വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അമ്പിയാക്കളുടെ ചരിത്രം, അവരുടെ ജനതയുടെ ചരിത്രം എല്ലാം ഗുണപാഠങ്ങൾ എന്ന നിലക്ക് അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഒരു സൂറത്തിൽ പറയാത്ത കാര്യങ്ങൾ അതിൻ്റെ വിവരണമെന്നോണം മറ്റു ചില സൂറത്തുകളിൽ വന്നിട്ടുണ്ടാകും. ഇവിടെ സാലിഹ് നബി അലൈഹിസ്സലാം എന്ന പ്രവാചകന്റെയും ആ പ്രവാചകൻ അയക്കപ്പെട്ട ഗോത്രത്തിൻ്റെയും കാര്യത്തെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. വലഖദ് അർസൽന, തീർച്ചയായും നാം അയക്കുകയുണ്ടായി. ഈ തീർച്ചയായും എന്നൊക്കെ കിട്ടിയത് എങ്ങനെയാ? വലഖദ് എന്നൊക്കെ ഉള്ള പ്രയോഗത്തിൽ നിന്നാണ്. വലഖദ് അർസൽന, തീർച്ചയായും നാം അയക്കുകയുണ്ടായി. അർസല, അയച്ചു. നമുക്ക് സുപരിചിതമായ പ്രയോഗമാണ്. അർസല യുർസിലു, അയക്കപ്പെട്ടയാൾക്ക് എന്ത് പറയും? മുർസൽ. ഇലാ സമൂദ, സമൂദ് ഗോത്രത്തിലേക്ക് നാം തീർച്ചയായും അയക്കുകയുണ്ടായി. ആരെ? അഖാഹും, അവരുടെ സഹോദരൻ. അഖാഹും, അവരുടെ സഹോദരനായ സാലിഹൻ, സാലിഹിനെ. സാലിഹ് നബി അലൈഹിസ്സലാം എന്ന പ്രവാചകനെയാണ് അള്ളാഹു ഏത് ഗോത്രത്തിലേക്ക് അയച്ചത്? സമൂദ് ഗോത്രത്തിലേക്ക് അയച്ചത്. എന്നിട്ട് ആ പ്രവാചകൻ അവിടെ ചെന്നുകൊണ്ട് എന്താണ് പറഞ്ഞത്? അനിഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുവീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രവാചകൻ അവരിലേക്ക് ചെന്നത്. അനിഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കുവീൻ. അബദ യഅ്ബുദു ഉഅ്ബുദ്, അനിഅ്ബുദ് അനിഅ്ബുദൂ അല്ലാഹ, അനിഅ്ബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുവീൻ എന്നും പറഞ്ഞുകൊണ്ട് സമൂദ് ഗോത്രത്തിലേക്ക് തീർച്ചയായും സാലിഹിനെ നാം അയക്കുകയുണ്ടായി. ഫഇദാ ഹും, അന്നേരമതാ അവർ. ഫഇദാ ഹും, അപ്പോൾ അവർ, അന്നേരം അവർ. എന്തായി അവരുടെ അവസ്ഥ? ഫരീഖാനി, രണ്ട് വിഭാഗമായി. ഫരീഖ്, ടീം, വിഭാഗം എന്നൊക്കെ അർത്ഥം. ഫരീഖ്, ഫരീഖാനി എന്ന് പറയുമ്പോഴോ രണ്ടു വിഭാഗം. അങ്ങനെ രണ്ടു വിഭാഗമായി അവർ. ഏതു വിധത്തിൽ? യഖ്തസിമൂന, പരസ്പരം വഴക്കടിക്കുന്ന, തർക്കിക്കുന്ന രണ്ട് വിഭാഗമായി അവർ മാറി എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. പ്രാഥമികമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന പല കാര്യങ്ങളുമുണ്ട്. മഹാനായ പ്രവാചകൻ സാലിഹ് നബി അലൈഹിസ്സലാമിനെ വിശുദ്ധ ഖുർആനിൽ 9 തവണയാണ് പേരെടുത്തു പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ 9 സ്ഥലത്ത് ആരുടെ പേര് വന്നിട്ടുണ്ട്? സാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ പേര് പറയപ്പെട്ടിട്ടുണ്ട്. ആ സാലിഹ് നബി അലൈഹിസ്സലാം അയക്കപ്പെട്ട ഗോത്രമായ സമൂദിനെ സംബന്ധിച്ച് 24 സ്ഥലത്തും പറയപ്പെട്ടിട്ടുണ്ട്.